പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും കാണാതായ തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാണിപ്പൊന്ന് തിരിച്ചു ലഭിച്ചത്. ഇന്ന് രാവിലെയാണ് കാണിപ്പൊന്ന് കാണാതായത്. CCTV അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കാണിപ്പൊന്ന് കണ്ടെത്തി എന്ന വിവരം ലഭിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ കാണിപ്പൊന്ന് തിരുവാഭരണത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കാണിപ്പൊന്ന് കാണാതാവുന്നത്. അതിനുശേഷം CCTV അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയായിരുന്നു. ഈ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കാണിപ്പൊന്ന് തിരിച്ച് ലഭിച്ചിരിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും കാണാതായ തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കാണാനില്ല എന്നടക്കമുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ കാണിപ്പൊന്ന് തിരികെ ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ കാണിപ്പൊന്ന് കാണാതാകുന്നത്. ഇപ്പോൾ തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്നാണ് ഇന്ന് രാവിലെയോട് കൂടി കാണാതായി എന്ന വിവരം ലഭിക്കുന്നത്. എന്നാൽ അതിനുശേഷം CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രസാദ് ചേരുന്നു. പ്രസാദ്, അങ്ങനെ ഇപ്പോൾ കാണിപ്പൊന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആരിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇത് എല്ലാ വർഷവും ഇത് കൊട്ടാരത്തിന് ദേവസ്വം ബോർഡ് ഈ കാണിപ്പൊന്നും ബാക്കിയുള്ള തിരുവാഭരണങ്ങളെല്ലാം കൂടെ വെക്കാനുള്ള ഒരു അനുവാദം കൊടുത്തതിന് ശേഷം ഇത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുമ്പിലാണ് ഈ കാണിപ്പൊന്നും വിഷുക്കണി ദർശനവും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഈ കാലാകാലങ്ങളിൽ എല്ലാ വർഷവും ഈ വിഷുക്കണി ദർശിക്കാൻ കൊട്ടാരത്തിലെ അംഗങ്ങൾ എത്താറുണ്ട്. അപ്പം മേൽശാന്തി ഈ ഭഗവാനെ പൂജിച്ച് ഈ അശാരൂഢനായിട്ടുള്ള ഭഗവാനെ പൂജിച്ചുള്ള ഈ കാണിപ്പൊന്ന് പൂജിച്ച ശേഷം കൊട്ടാരത്തിലെ അംഗങ്ങൾക്ക് ഇത് കൈമാറും. അവര് ഇത് ഭഗവാനെ ഈ തലക്കൊഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീണ്ടും ഇത് മേൽശാന്തിയുടെ കയ്യിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് വിഷുക്കണി ഒരുക്കിയ സ്ഥലത്തേക്ക് ഇത് തിരികെ നിക്ഷേപിക്കുകയോ ചെയ്യാറാണ് പതിവുള്ളത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന ഈ ഒരു ഭക്തൻ കൊട്ടാരത്തിലെ അംഗമാണെന്ന് കരുതിക്കൊണ്ടാണ് മേൽശാന്തി ഇത് കൊടുത്തത്. അത് തിരികെ ആ ഭക്തൻ വിചാരിച്ചു ഇത് മേൽശാന്തി തനിക്ക് ദക്ഷിണയായിട്ട് തന്നതായിട്ടാണ് നൽകിയെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് മുളക്കുഴ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇത് കിട്ടിയെന്നും അയാൾക്ക് അബദ്ധം പറ്റിയതാണെന്നുള്ളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തിരികെ ഈ കാണിപ്പൊന്ന് അവിടെ ക്ഷേത്രത്തിൽ ലഭിച്ചിട്ടുള്ളത്. മുമ്പും ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഈ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. തിരികെ തന്നെ ഈ കാണിപ്പൊന്ന് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ കാണിപ്പൊന്ന് തിരികെ ലഭിച്ചതോടുകൂടി കൊട്ടാരവും ദേവസ്ഥനും വലിയൊരു സംഭവത്തിൽ നിന്നുമാണ് ഒരു ആശ്വാസം ഇപ്പൊ നേരിട്ടത്. DP തീർച്ചയായും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്ന് കാണാതായി എന്ന വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ കാണിപ്പൊന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുളക്കുഴ സ്വദേശിയിൽ നിന്നുമാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് കാണിപ്പൊന്ന് കാണാതായത്. പ്രസാദ് വിവരങ്ങൾ നൽകിയത്.